ഹലോ അസ്സലാമു അലൈക്കും. മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടോ ഓരോ മോഡലിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മോൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ വൈറ്റ് ക്ലോത്ത് കുറച്ച് കിട്ടി. പിന്നെ എംബ്രോയ്ഡറി നൂലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ലേ, ഞാൻ ഈ എല്ലാ സ്റ്റിച്ചിങ്ങിലും പറഞ്ഞ അതേ അളവ് തന്നെയാണ് കേട്ടോ എപ്പോഴും എടുക്കുന്നത്. പിന്നെ മോൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ചോക്ക് റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ചോക്ക് കൊണ്ടാണ് കേട്ടോ ഞാനിത് വരഞ്ഞുണ്ടാക്കുന്നത്. റൂമിൽ പോയി ഡോറ് തുറന്നു കഴിഞ്ഞാൽ കുട്ടി ഉണരും. അപ്പോൾ അതിൻ്റെ മുന്നേ അത് കംപ്ലീറ്റ് ആക്കും വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാണ്. പിന്നെ ഫ്രണ്ടിൽ വീനെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. നെക്കിൻ്റെ വെടുത്ത് 2 ഇഞ്ച് തന്നെയാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചും. ഫ്രണ്ട് നെക്ക് വീനെക്കാണല്ലോ കൊടുക്കുന്നത്, അത് കാരണം 4 ഇഞ്ചുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും, ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ പറയാം കേട്ടോ. എന്നാലേ എനിക്കും എൻ്റെ അടുത്ത് വരുന്ന തെറ്റുകൾ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ 2 പാർട്ടും കൂടി കൂട്ടിയിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്യണത്. അതിന് ശേഷം ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിന് ലൈനിങ് വേണം. ലൈനിങ് ഇതേപോലെ തന്നെ വെയിറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കാറ്റ് പാർട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. 1-2 ഇഞ്ചും കൂടി ഇറക്കിയാലും പ്രശ്നമല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇത്രേ ക്ലോത്ത് ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 2ആക്കി മടക്കിയിട്ടതിന് ശേഷം വെടുത്ത് 15 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ സ്ലീവാണ്. ഞാൻ എൻ്റെ അടുത്ത് തുണി ഇല്ലാത്തതുകൊണ്ട് തന്നെ പഫൊന്നും കൊടുക്കണില്ല. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വെടുത്തും സാധാ സ്ലീവാണ് കേട്ടോ, പഫൊന്നുമില്ല. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്രോസ് പീസും എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനിത് ഹാർട്ടിൽ ഞാനൊരു കടലാസിലാണ് കേട്ടോ ഞാനിങ്ങനെ ഹാർട്ട് രൂപത്തിൽ വരഞ്ഞെടുത്തിക്കണത്. നമുക്ക് എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് വരഞ്ഞെടുക്കാം. എന്നിട്ട് അതിങ്ങനെ തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് എവിടെയൊക്കെ വേണമെന്നുള്ളത് നോക്കിയിട്ട് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ പാർട്ടിലും സ്ലീവിലും സ്കേർട്ട് പാർട്ടിലും ഒക്കെ ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആദ്യം നെക്ക് രണ്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചെടുക്കാൻ വേണ്ടി കട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. എപ്പോഴും എനിക്ക് പ്രശ്നം വരുന്നതാണ് ഈ ബാക്കിൽ ഓപ്പൺ കൊടുക്കാൻ ഞാൻ മറക്കും. എല്ലാ ഫ്രോക്കിനും എൻ്റെ അടുത്ത് വരുന്നൊരു വിഷയം അതാണ്. ഈ ഓപ്പൺ കൊടുക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും മറക്കും. പകുതി സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് മറിച്ച് കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ, ഇതിന് ബാക്കിൽ ഓപ്പൺ കൊടുക്കാനുള്ള കട്ടിങ് കൊടുത്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനി പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ അത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് അടയാളത്തിൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്കിത് മോൾക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ഞാൻ മറന്നു പോകട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കുക ചെയ്യുക, കട്ട് ചെയ്ത് സ്റ്റിച്ച് ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതേപോലെ അങ്ങനെ മറക്കേ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് പിന്നെ സ്റ്റിച്ച് അയക്കേണ്ടി വരേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറിച്ചെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു പീസിൻ്റെ ഉള്ളിൽ മറ്റേ പീസ് വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണൂല. പക്ഷേ എനിക്ക് മോള് ഉണരുമ്പോഴേക്കിന് സ്റ്റിച്ച് ചെയ്യൽ കഴിയണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി വേറെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് 2 ഷോൾഡറും പാടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അങ്ങനെ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അതുപോലെ തന്നെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ അങ്ങനെ നൂല് വലിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നൂല് വലിച്ചെടുക്കുകയാണ്. രണ്ട് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നൂല് വലിച്ചെടുത്തിട്ട് നമ്മളെ ബോഡി പാർട്ട് എത്ര വീതി ഉണ്ടോ അതുവരെ വലിച്ചെടുത്തിട്ട് പാകമാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാകമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സ്ലീവിൻ്റെയും അടിയൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സ്ലീവ് നമ്മളെ ആം ഹോളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഒപ്പം വെച്ചിട്ട് നടുഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ ചെയ്യണില്ല. ഇനി എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇനി എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനാദ്യം ഞാൻ 6 ഇഴ നൂല് തന്നെയാണ് കേട്ടോ എടുത്തത്. നമ്മൾ ആകെ എംബ്രോയ്ഡറി നൂലിൽ 6 ഇഴയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ആദ്യം ഞാൻ 6 ഇഴ വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ എനിക്കത് കുറച്ച് കനം തോന്നി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് 3 ഇഴ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫ്രോക്ക് ഈ എംബ്രോയ്ഡറി ഹോപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഹോപ്പ് തന്നെയാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. ഞാനതൊക്കെ മറന്നു പോയിട്ടുണ്ട്. കുറേ ആയി ഇതൊക്കെ എടുത്തിട്ട് അത് കാരണം. അപ്പോൾ അതിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇതിൽ ചെയ്യണത്. ഫില്ലിങ് സ്റ്റിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ അതാണ് അധികം എല്ലാത്തിനും കൊടുക്കുക. അപ്പോൾ അതാണ് കേട്ടോ ഞാനിതിന് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ മോൾ ഉണർന്നപ്പോൾ ഞാൻ പിന്നെ പുറത്ത് വന്നിട്ടാണ് ചെയ്യണത്. അവൾ കരയണ്ട വിചാരിച്ചിട്ട് പുറത്ത് വന്നിരുന്നിട്ടാട്ടോ ഇത് ചെയ്യണത്. അതാകുമ്പോൾ പിന്നെ അവൾ കളിക്കും ചെയ്യും, ഇത് ചെയ്യുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യണത്. അപ്പം നമുക്ക് വേണ്ട നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ നമുക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ മോൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരിട്ട് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ അധികം പൈസയൊന്നും കൊടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രോക്ക് ഇട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ. കാരണം പുറത്തുനിന്ന് ഞാനിത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ അത് എനിക്കെൻ്റെ കയ്യിലുള്ള ക്ലോത്ത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാനും പറ്റി. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രോക്കിൻ്റെ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.